പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ പേരിൽ കുറ്റവാളികളാണെങ്കിലും ആ രാജ്യം വ്യാപാര കരാറുകളും ധാരണാപത്രങ്ങളും നേടിയെടുക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ്. എല്ലാവരും ഇന്ത്യക്കൊപ്പമല്ല, പാകിസ്ഥാനൊപ്പമാണെന്നാണ് അവർ പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പേരിൽ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്കിടെയാണ് ഷമയുടെ ഈ പ്രതികരണം. ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. 11 തവണയായി അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് വെടിനിർത്തൽ കൊണ്ടുവന്നതെന്ന്. വെടിനിർത്തൽ നേടിയെടുക്കാൻ പാകിസ്ഥാനും ഇന്ത്യക്കും മേൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമായി പറഞ്ഞതാണ്. അദ്ദേഹം ഇന്ത്യയെയും വെടിനിർത്തലിനെയും ഒരേ കൊട്ടയിലാക്കി. അവർ തീവ്രവാദത്തിന്റെ കുറ്റവാളികളാണ്, നമ്മൾ അവരുടെ ഇരകളാണ്. നവംബർ 26-ലെ ഭീകരാക്രമണത്തിന് ശേഷം ലോകം മുഴുവൻ നമ്മളോടൊപ്പമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ആരാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്നും ഷമ ചോദിച്ചു. എന്തുകൊണ്ടാണ് പാകിസ്ഥാന് കരാറുകളും ധാരണാപത്രങ്ങളും ലഭിക്കുന്നത് എന്നും അവർ ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സൈനിക നടപടിയെക്കുറിച്ചും ഇസ്ലാമാബാദ് പ്രചരിപ്പിക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ചും ഇന്ത്യ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനിടെയാണ് ഷമയുടെ ഈ പ്രതികരണം. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേരുടെ കൊലപാതകത്തിന് പ്രതികാരമായാണ് പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ നശിപ്പിച്ചത്. ഇതിന് പിന്നാലെ ഇന്ത്യയുടെ സിവിലിയൻ മേഖലകളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്ലാമാബാദ് തിരിച്ചടിച്ചു. പിന്നീട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനുള്ളിലെ വ്യോമസേനാ താവളങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു എന്ന സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ധാരണ പുറത്തു വന്നത്. അതേസമയം വെടിനിർത്തൽ ധാരണയ്ക്ക് അമേരിക്ക മധ്യസ്ഥത വഹിച്ചതായി ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുണ്ട്. പരസ്പരം ആക്രമിക്കുന്ന രാജ്യങ്ങളുമായി യുഎസിന് വ്യാപാരം നടത്താൻ കഴിയില്ലെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും താൻ പറഞ്ഞതായി അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ യുദ്ധസമയത്ത് വാഷിംഗ്ടൺ ന്യൂഡൽഹിയുമായുള്ള ആശയവിനിമയത്തിൽ വ്യാപാരവും താരിഫുകളും ചർച്ച ചെയ്തിരുന്നുവെന്നത് ഇന്ത്യ വ്യക്തമായി നിഷേധിച്ചു. വെടിനിർത്തൽ ധാരണയിൽ അമേരിക്കയുടെ പങ്കിനെയും ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനിടെ ഇന്ത്യയുടെ ജെറ്റുകൾ വെടിവെച്ചിട്ടതായി പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ സമ്മതിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടത്തിലായിരുന്നു ഇത് എന്നും എന്നാൽ പിന്നീട് പിഴവ് തിരിച്ചറിഞ്ഞ് ഇന്ത്യ കൃത്യമായി ആക്രമണം നടത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് പാകിസ്ഥാന് നൽകിയതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പാകിസ്ഥാനുള്ളിൽ നൂറുകണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് പോയി നാം തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തകർത്തു എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. നമ്മുടെ സൈന്യത്തിന്റെ ധീരമായ പോരാട്ടം കാരണം യുദ്ധം നിർത്താൻ പാകിസ്ഥാൻ സൈന്യത്തിന് അപേക്ഷിക്കേണ്ടതായി വന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ കാലു പിടിച്ചവരോട് പറയാനുള്ളത് സ്വയം അപഹാസ്യരാവരുത്. ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ സൈനിക ബലം തുറന്നു കാട്ടുന്നതായി എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ തങ്ങൾക്ക് വലിയ നാശങ്ങൾ ഉണ്ടാക്കിയെന്ന് തുറന്നു പറഞ്ഞിരുന്നു. മെയ് 9-നും 10-നും ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടുവെന്നും അതിനു മുൻപ് ആസൂത്രണം ചെയ്ത വിധത്തിൽ ആക്രമണം നടത്താൻ തങ്ങൾക്ക് സാധിച്ചില്ല എന്നുമാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞത്. ബീഹാറിലെ കരാക്കട്ടിൽ പ്രസംഗിക്കുന്നതിനിടെയും പ്രധാനമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാനെ പാമ്പിനോട് ഉപമിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഒരിക്കൽ കൂടി പാമ്പ് പത്തി വിടർത്താൻ തുനിഞ്ഞാൽ അതിനെ മാളത്തിൽ നിന്നും വലിച്ചു പുറത്തിട്ട് ചതച്ച് കളയും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ ആവനാഴിയിലെ ഒരു അമ്പു മാത്രമാണ്. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം അവസാനിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തിട്ടില്ലെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചിരുന്നു.